രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയിലും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച്. പാർലമെന്റിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് സമീപം പോലീസ് തടഞ്ഞത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഈ മാർച്ചിന്റെ മുൻ വരികളിൽ നിരന്നാണ് നയിച്ചത്. 300ഓളം എംപിമാർ ഈ മാർച്ചിന്റെ ഭാഗമായി. തിരിഞ്ഞുപോകാൻ തയ്യാറാകാതെ രാഹുൽ ഗാന്ധി അടക്കമുള്ള എംപിമാരെ അറസ്റ്റ് ചെയ്തു. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും സത്യം രാജ്യത്തിന്റെ മുന്നിലുണ്ടെന്നും രാഹുൽ ഗാന്ധി പിന്നീട് പ്രതികരിച്ചു. एक्चुअली बात नहीं कर सकते, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. കേന്ദ്രം ഭരിക്കുന്നത് ഭീരുക്കളാണെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, വലിയ പ്രക്ഷോഭം ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 30 എംപിമാരെ കാണാം എന്നൊക്കെയുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർ സമ്മതിച്ചില്ല. ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്? അതിൽ കുറച്ചുകൂടി മറ്റെന്തെങ്കിലും തലത്തിലേക്കുള്ള ആരോപണങ്ങളിലേക്ക് അവർ കടക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ വോട്ട് തട്ടിപ്പ് അല്ലെങ്കിൽ വോട്ട് ക്രമക്കേട് വിവാദത്തിൽ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇനി ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഇന്ന് ഈ ബാരിക്കാഡ് ഉപയോഗിച്ച് തടയാനുള്ള പോലീസിൻ്റെ ശ്രമമൊക്കെ അതിജീവിക്കാനുള്ളൊരു പ്രകടനമാണ് നമ്മൾ ഇന്ത്യ മുന്നണി എംപിമാരിൽ നിന്ന് കണ്ടത്. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ ബാരിക്കാഡ് ചാടിക്കടക്കാൻ ശ്രമിച്ചു. TMC നേതാക്കളൊക്കെ, അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് ഇടയിലാണ് മഹുവ മൊയ്ത്ര, അതുപോലെ മിതാലി ബാഗൊക്കെ ബോധരഹിതരാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ സംഘർഷഭരിതവും നാടകീയവുമായിരുന്നു ഇന്നത്തെ ഈ പ്രതിഷേധം. അതോടൊപ്പം തന്നെ പോലീസ് ഇവരെ തടഞ്ഞു. 30-ലധികം ആളുകളെ കാണാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു. നിർവാചൻ സദനിലേക്കുള്ള മാർച്ച് അങ്ങനെ വലിയ ഒരു നാടകീയമായ അന്തരീക്ഷത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. പിന്നീട് കടുത്ത വിമർശനങ്ങളുമായി രാഹുലും പ്രിയങ്കയും ഒക്കെ എത്തി. ഭരണഘടന സംരക്ഷിക്കാനുള്ളൊരു നീക്കമാണ് തങ്ങൾ നടത്തുന്നത് എന്നായിരുന്നു അവരുടെ നിലപാട്. മല്ലികാർജുൻ ഖാർഗെ, ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ BJPക്ക് ഇന്ന് വീണുകിട്ടിയ ഒരു ആയുധം കർണാടകയിലെ ഒരു മന്ത്രി, സഹകരണ മന്ത്രിയുടെ പ്രതികരണമാണ്. KN രാജണ്ണ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സഹകരണ മന്ത്രി പറഞ്ഞത് ഇത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്, അപ്പോഴത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന ഒരു നിലപാട് അവിടുത്തെ സഹകരണ മന്ത്രി വ്യക്തമാക്കി. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ കോൺഗ്രസ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ താൻ രാജി വെക്കേണ്ട കാര്യമില്ല എന്ന നിലയിൽ രമണ്ണ ആദ്യം നിലപാടെടുക്കുകയും പിന്നീട് ഹൈക്കമാൻഡ് തന്നെ രമണ്ണയോട് രാജി വേണം എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും BJP അത് ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി. പ്രതിപക്ഷ നേതാവ്, കർണാടകയിലെ പ്രതിപക്ഷ നേതാവ് അശോക BJPക്കായി രംഗത്തെത്തി. അദ്ദേഹം സത്യം പറഞ്ഞതിന് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ സഹകരണ മന്ത്രിയാകട്ടെ അവിടുത്തെ ഈ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. വാൽമീകി സമൂഹത്തെ മുഴുവനായി കോൺഗ്രസ് വഞ്ചിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്നു. അതേസമയം ഹരിയാനയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ ഉന്നയിച്ച ആരോപണങ്ങളുടെ തെളിവുകൾ ഹാജരാക്കണമെന്ന്. അതിനെതിരെ ഇന്ന് രൺദീപ് സിംഗ് സുർജേവാല രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയുള്ള നോട്ടീസുകൾ കൊണ്ടൊന്നും ഈ ചെയ്ത പാപം ഇല്ലാതാകുന്നില്ല എന്ന തരത്തിൽ ആരോപണങ്ങൾ വന്നു. BJPയും ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരുന്നുമുണ്ട്. ഇതിനിടെ നേരത്തെ മനു പറഞ്ഞതുപോലെ ഇന്ന് പരസ്യ പ്രതികരണത്തിലൂടെ കർണാടക കോൺഗ്രസിനെ അവിടുത്തെ സഹകരണ മന്ത്രി പ്രതിസന്ധിയിലാക്കി. തുടർന്ന് അദ്ദേഹത്തിന് രാജിവെച്ച് ഇറങ്ങി പോകേണ്ടി വന്നു. പുറത്താക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു എന്നാണ് DK ശിവകുമാർ പിന്നീട് വ്യക്തമാക്കിയത്. അതേസമയം കോൺഗ്രസിനെതിരെ ഈ മന്ത്രി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി കണ്ടു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ನಾನು ಮುಖ್ಯಮಂತ್ರಿಗಳು ಭೇಟಿ ಮಾಡಿ ಬಂದು ಆಮೇಲೆ ನಾನು ರಿಯಾಕ್ಷನ್ ಕೊಡ್ತೀನಿ. ಆಯ್ತಲ್ಲ, ಮುಖ್ಯಮಂತ್ರಿಗಳು ಭೇಟಿ ಮಾಡಿದ ನಂತರ ಬರ್ತೀನಿ. വസ്തുത അറിയാതെയാണ് രാജൻ പ്രസ്താവന നടത്തുന്നതെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രതികരിച്ചു. വിഷയം കർണാടകയിൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, രാജ്യമൊട്ടാകെ ഇത്ര വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ ഉത്ഭവ കേന്ദ്രമായ കർണാടകയിൽ ഒരു മന്ത്രി തന്നെ രംഗത്ത് വരികയും രാജിവെക്കുകയും ചെയ്തത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ ഈ വിഷയം?
തീർച്ചയായിട്ടും രാജ്യമെമ്പാടും കോൺഗ്രസ് വോട്ട് കൊള്ള ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് കർണാടകയിൽ നിന്ന് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഒരു മന്ത്രിയുടെ പ്രതികരണം വിവാദത്തിലാകുന്നതും തുടർന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജിവെപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. കർണാടക മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണയാണ് ഇന്ന് രാജിവെച്ചത്. ശനിയാഴ്ച തുംകുരുവിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് നടത്തിയ ഒരു പ്രതികരണമാണ് വിവാദമായത്. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് നേരത്തെ മഹാദേവപുരയിലെ വിഷയമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ആ സമയത്ത് കർണാടകയിൽ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ, അന്ന് കണ്ണടച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ പ്രതികരിച്ചിട്ട് എന്ത് കാര്യം എന്ന തരത്തിലായിരുന്നു ഈ കർണാടക സഹകരണ മന്ത്രി KN രാജണ്ണയുടെ പ്രതികരണം. ഈ പ്രതികരണം കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി, പ്രത്യേകിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു മന്ത്രി തന്നെ ഈ ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാജിക്കായി ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തിയതും മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നിർബന്ധിച്ച് രാജി എഴുതി വാങ്ങിപ്പിച്ചത്. മറ്റൊന്ന്, കർണാടക കോൺഗ്രസിൽ കൂടെ ഇത് വലിയ ചേരിപ്പോരിന് വഴിവെക്കും. കാരണം സിദ്ധരാമയ്യയുടെ വലിയ വിശ്വസ്തനാണ് KN രാജണ്ണ, അദ്ദേഹവുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന മന്ത്രിസഭയിലെ പ്രമുഖൻ. ആ അർത്ഥത്തിൽ കൂടി കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ അദ്ദേഹത്തിനെതിരെ ആയുധമായി എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ. കാരണം നേരത്തെ പല പ്രതികരണങ്ങളിലും ഇദ്ദേഹം വിവാദം സൃഷ്ടിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനം DK ശിവകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒളിയമ്പുകളായിരുന്നു ഇദ്ദേഹം നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കൂടി വേണം, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷ സ്ഥാനവും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനെതിരെ അതിനടക്കം പല ഘട്ടങ്ങളിലും പ്രതികരണം ഇദ്ദേഹം നടത്തിയ ആളുമാണ്. അത്തരത്തിൽ പല തരത്തിൽ കോൺഗ്രസിനുള്ളിലും അതോടൊപ്പം തന്നെ കർണാടക രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വോട്ട് കൊള്ള ആരോപിച്ച് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിനുമടക്കം വലിയ തോതിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് കർണാടകയിൽ ഉണ്ടായത്. PR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോതമംഗലത്ത്